അന്ന് നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലം. കാടുകളിൽ കയറി മൃഗങ്ങളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് തടഞ്ഞുകൊണ്ടുള്ള നിയമം വരുന്നത്. ഇപ്പോഴെൻ്റെ വിജയൻ നിയമസഭയിൽ പറഞ്ഞു, ഈ വന്യജീവി നിയമം 72 ഇന്ദിരാഗാന്ധി ഉള്ള കാലത്ത് കൊണ്ടുവന്നാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പല നിയമങ്ങളിലും ഭേദഗതി വരുത്തുന്നില്ലേ? നമ്മുടെ ഭരണഘടനയിൽ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? കാരണം കാലം മാറുമ്പോൾ സാഹചര്യം മാറും. 972 അന്ന് നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലം. കാടുകളിൽ കയറി മൃഗങ്ങളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് തടഞ്ഞുകൊണ്ടുള്ള നിയമം വരുന്നത്. ഇപ്പോഴെന്താ സ്ഥിതി അറിയോ? ഇപ്പം മൃഗങ്ങൾ പെറ്റുവരിക. രണ്ടാമതായി പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ കാട്ടിലേക്കല്ല കയറുന്നത്, മൃഗങ്ങൾ നാട്ടിലേക്ക് വരും. പല നിയമങ്ങളിലും ഭേദഗതി വരുത്തുന്നില്ലേ? നമ്മുടെ ഭരണഘടനയിൽ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? കാരണം കാലം മാറുമ്പോൾ സാഹചര്യം മാറും. 972 അന്ന് നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലം. കാടുകളിൽ കയറി മൃഗങ്ങളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് തടഞ്ഞുകൊണ്ടുള്ള നിയമം വരുന്നത്. ഇപ്പോഴെന്താ സ്ഥിതി അറിയോ? ഇപ്പം മൃഗങ്ങൾ പെറ്റുവരിക.